പിന്നെ എൻ്റെ ഉമ്മി മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നില്ല. ആൾക്ക് ഇങ്ങനെ കുറച്ച് നേരം ആരെങ്കിലോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾ പോയി കഴിയുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. രീതി അതൊരു കഴിവാണല്ലേ, ഇങ്ങനെ നിരീക്ഷിച്ച് അത് അതുപോലെ സംസാരിക്കും. അപ്പൊ അതൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അത് പാരമ്പര്യമായി പകർന്നു കിട്ടിയ ചില കഴിവുകൾ. ഇനി ആരാണ് കാട്ടുന്നത്? ഇനി എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ൻ നിഗം. ഇപ്പൊ ഞാൻ ഷെയ്ൻ നിഗത്തിന്റെ 1-2 മൂവീസൊക്കെ ഞാനാണ് ട്രാക്ക് ഡബ് ചെയ്തത്. ഇപ്പോൾ RDX തുടങ്ങിയുള്ള അങ്ങനെയുള്ള മൂവീസൊക്കെ. അപ്പൊ ഷെയ്ൻ്റെ ഈ വോയിസിലുപരി എനിക്ക് ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഫ്ലോറിലൊക്കെ ഷെയ്ൻ വന്നിരുന്നെങ്കിൽ എന്നെ ഷെയ്നാണ് സൂപ്പർ 60 ഇപ്പോൾ വന്നിരുന്നെങ്കിൽ ഷെയ്നെ വെൽക്കം ചെയ്തു. ഹലോ ഷെയ്ൻ, വരൂ സൂപ്പർ 60ലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു നമ്മൾ സൂപ്പർ 60 ഞങ്ങളുടെ ഫ്ലോർ കാണുമ്പോൾ? റിപ്പോർട്ടർ ചാനൽ എന്ത് തോന്നുന്നു? അല്ല, എന്ത് തോന്നാനാണ്? അത് ഞാൻ ആ ലൈറ്റിന്റെ കണ്ണിലേക്ക് അടിച്ചിട്ട് ഞാൻ വേറൊരു ട്രിപ്പിലായിരുന്നു. മോളുടെ പേരെന്താണ്? രോഷ്നി. അടിപൊളി പേരാണ്. പുതിയൊരു പടം വന്നിട്ട് വൈബാണ്. അല്ലെങ്കിൽ ക്യാമറാമാൻ എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഫോക്കസ് പിടിക്കണം. മനസ്സിലായി? ഫോക്കസ് പിടിച്ചാലാണ് ആ ടൈറ്റ് സാധനം പുറത്തേക്ക് വരുള്ളൂ. പിന്നെ എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, കൂടുതലൊന്നുമില്ല. വൺ ലവ് ആണ്. വൺ ലവ് എന്താണെന്നറിയോ? ഒരു സൈഡിലേക്ക് മാത്രം വൺ ലവ് എന്ന് പറഞ്ഞേ. വീണ്ടും പറഞ്ഞേ. ഈ വൺ ലവ് എന്ന് അടിക്കുമ്പോൾ നമ്മുടെ ഈ ലാജ് അടിക്കുമ്പോൾ നമ്മുടെ ആഗ്നേത്രത്തിലാണ്. ആഗ്നേത്രം എന്താണെന്നറിയോ? മൂന്നാങ്കണ്ണം എന്ന് പറയും. മൂന്നാങ്കണ്ണിൽ അടിക്കുമ്പോൾ പവർ വരെയാണ്, സ്നേഹം വരെയാണ്, എനർജിയിൽ ചെല്ലണത്. അപ്പൊ പരസ്പരം സ്നേഹിക്ക്. എന്തിനാണ് അടിച്ചു പൊളിക്ക്? വൺ വൈബും പൊളി മൂഡ്. പുതിയ പടങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പുതിയ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തായിട്ട് വരാൻ ലിറ്റിൽ ഹേർട്സ് എന്ന് പറഞ്ഞൊരു പടമാണ്. അത് വേറൊരു പരിപാടിയാണ്, വേറൊരു ക്യാരക്ടറാണ്. പിള്ളേരുടെ പടമൊക്കെ കാണാറുണ്ട്. പ്രേമലൊക്കെ കണ്ടോ? പ്രേമലുണ്ട്. അടിപൊളി മൂടാണ്. എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയൊരു പടം വരുന്നു, പക്ഷേ നമ്മളെ വിളിച്ചില്ല. ഓക്കെ, അടിപൊളി കേട്ടോ. ഇനി ആരാ? ഷൈൻ ടോം ചാക്കോ ആണെങ്കിൽ ഒരുപാട് ഞാൻ മൂപ്പരുടെ സൗണ്ട് അല്ല മെയിനായിട്ട്. ഞാൻ സൗണ്ട് അല്ല, എനിക്ക് മാനറിസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മഞ്ഞ ഡ്രസ് ഇട്ടാണെന്താ ഇഷ്ടപ്പെട്ടോണ്ട്. എന്താ പേര്? രോഷ്നി. രോഷ്നിയുടെ വീട് എവിടെയാ? പാലക്കാട്. പാലക്കാട്. ഈ ക്യാമറ കുറെ നേരം ഇങ്ങനെ വലിച്ചോണ്ടിട്ടുള്ള കാര്യമുണ്ടോ? ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണേൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് നിന്ന് പറഞ്ഞോ? എങ്ങനെയാണ് ചെയ്യാം? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മനസ്സിലായല്ലേ? അല്ലേ? ആണാ? അതെ. അല്ല, ശരിയാ. കാരണം ഇപ്പൊ ഈ അടുത്ത് വന്ന പല അഭിമുഖങ്ങളും എറിഞ്ഞു കളയും. എനിക്കറിയാം. ഇപ്പൊ പുള്ളി നേരിട്ട് വരികയായിരുന്നെങ്കിൽ ചിലപ്പോ ഈ സെറ്റ് പൊളിച്ചു കളയും. ഇന്റർവ്യൂല് പുള്ളിയുടെ കൂടെ ഒരു ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്ന ഇങ്ങനെ ആ തുണി ഇങ്ങനെ കസേരയുടെ പൊക്കി വെക്കും. പിന്നെ കയ്യിലിരിക്കുന്ന റെഡ് ബുൾ ഇങ്ങനെ എറിയും. പുള്ളി ഇങ്ങനെ ശരിയാണ്. മാനറിസം ആണ് പുള്ളിയുടെ കൂടുതൽ അല്ലേ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരിയാണ്. ഇനി ലാൽ സാറിനെ ചെയ്യൂ അല്ലേ? ലാൽ സാറിനെ ചെയ്ത് കാരണം ഞാനിപ്പോൾ ചെയ്തപ്പോൾ കുറേ പേര് ഒരുപാട് നല്ല അഭിപ്രായം വരച്ചില്ല. പുള്ളിനെ കളിയാക്കുന്ന പോലെ എന്നൊക്കെ പറയും. ഞാൻ ലാൽ സാറിനെ അടുത്ത് കണ്ടായിരുന്നു ഒരു ഷോയ്ക്ക് വെച്ചിട്ട്. പക്ഷെ മൂപ്പർ അങ്ങനെയൊന്നുമല്ല. അടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, ഗംഭീരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു.